ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് കൊണ്ടുവന്നിട്ടില്ല 2014 വി ഉണ്ട്, 2015 G4 ഉണ്ട്, 2013 ഉണ്ട്, 2014 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ്. ഓക്കെ, ഇനി നമ്മൾ വന്നത് ഫുൾ കമ്പനി സർവീസിലെ വാഹനങ്ങളാണ്. ഓക്കെ, നമുക്കിന്ന് വണ്ടീൻ്റെ ഡീറ്റെയിൽസോട്ട് കടന്നാലോ. ഫസ്റ്റ് 2014 G4 ഇന്നോവ 1,35,000 കിലോമീറ്റർ. ഇപ്പം നിലവിൽ നിലമ്പൂരിക്ക് NOC എടുത്ത വാഹനമാണിത്. ഫുൾ കമ്പനി സർവീസ്, ഒരു 100% ഫുള്ള് ഒറിജിനൽ കമ്പനി പെയിൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് നടന്നല്ലോ. ഈ വാഹനം വരുന്നത് കണ്ടില്ലേ, ഫുള്ള് കമ്പനി പെയിൻ്റ് ആണ്. ഫുൾ കമ്പനി പെയിൻറ്റ്. ഇത് ഇന്നലെ വന്ന വാഹനമാണ്. ഇതിന്മേ ബമ്പർ ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫുള്ള് പെയിൻറ്റ് പറഞ്ഞാൽ ഫുൾ 100% പെയിൻറ്റ് നമ്മൾ ഗ്യാരണ്ടി തരുന്ന വാഹനമാണിത്. ഓക്കെ, ഉണ്ടോ ബമ്പറൊക്കെ കാരണം അപ്പോഴും വണ്ടി നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ വണ്ടി സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ വണ്ടിൻ്റെ വന്നപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോഡിയൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റിയിലെ വാഹനമാണിത്. ടയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് ടച്ചിങ്ങോ പോളിഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വാഹനത്തിന്. ഇതൊക്കെ പോളിഷ് ചെയ്ത് പോകണേ. ഇൻറ്റീരിയർ സൈഡൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി തന്നെ ഉള്ളത്. ഈ വാഹനം ഫുള്ള് കമ്പനി സർവീസാണ് വാഹനം. ഈ ടോപ്പിൻ്റെ ഒക്കെ ഒരു വൃത്തി ഉണ്ടല്ലേ, ഒരു പുതിയ വണ്ടി എന്താണോ അതേമാതിരിക്കാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. വാഹനം 7 സീറ്റ് വാഹനമാണേ. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് കാണാനില്ല. ഫുൾ കമ്പനി സർവീസ്. ഈ സൈഡോട്ടൊക്കെ വരുമ്പോഴല്ലേ ചെറിയ ചെറിയ സ്ക്രാച്ചുകളേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി തരും. പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനം ചെയ്തിട്ടില്ല കേട്ടോ. ടയറൊക്കെ കണ്ടില്ല നിങ്ങൾ. ബോഡി ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇന്നോവ തപ്പിയെടുക്കുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ വാഹനം. ഇൻറ്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മേജറായിട്ട് സ്ക്രാച്ച് ഓട്ടെ ഒന്നുമില്ല കണ്ടോ. പേസ്റ്റും കാര്യങ്ങളൊന്നും പൊട്ടിയില്ല. പഞ്ചിങ് പോയില്ല കണ്ടോ. ടയോട്ടൻ്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങണ പഞ്ചിങ്ങും കാര്യങ്ങളും കൂടി ഈ വാഹനത്തിന് പോയിട്ടില്ല കണ്ടോ. പഞ്ചിങ് കൂടിയൊക്കെ ഇല്ല. നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ് ഈ വാഹനം. ഈ വാഹനത്തിന് നമ്മൾ ആസ്കിൻ്റെ റേറ്റ് 9 ലക്ഷം രൂപ. കേരളത്തിലേക്ക് നമ്പർ ആക്കിയുള്ള റേറ്റാണ് കേട്ടോ. ഇത് NOC നിലവിൽ നമ്മൾ NOC നമ്മൾ എൻ്റെ പേരിൽ എടുത്ത വാഹനമാണ്. പിന്നെ വരുന്നത് 2013 വാഹനം 13. ഇത് NOC നമുക്ക് എടുത്തു കൊടുക്കാം. കേരളത്തിൽ എവിടെ മണി നമുക്ക് NOC എടുത്തു കൊടുക്കാം. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലൊരു വാഹനമാണ്. മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ വാഹനത്തിനാണ് 7 സീറ്റ് 8 സീറ്റാട്ടെ വാഹനം. ഇൻറ്റീരിയർ സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ വാഹനം ഉള്ളത്. പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താട്ടോ. ഇത് എക്സ്ട്രാ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. അത് നല്ലൊരു വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണ് കേട്ടോ. മേജറായിട്ട് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല. ബോഡി ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു 100% നല്ല വൃത്തിയുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടല്ലോ. എൻജിൻ അതുകൊണ്ടല്ലോ മേജറായിട്ട് സ്ക്രാച്ച് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം തന്നെയാണ്. ഈ വണ്ടീന് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഈ വാഹനം നിലവിൽ ഓടിയത് 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാഹനം. അത് ഫുൾ സർവീസിലെ വണ്ടിയാണ്.
മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ ഈ 4 വാഹനത്തിനും മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളില്ല. ഓക്കെ. 2015 G4 ഇത് കേരളത്തിലേക്ക് നമ്പറായ വണ്ടിയാണ്. RC ബുക്ക് ഇഷ്യൂഡ് ആയ വണ്ടി കേട്ടോ. അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് നോക്കിയല്ലോ. ബോഡി ക്വാളിറ്റി നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയിലും സിൽക്കി ഗോൾഡ് കളർ നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ്. ഈ വാഹനത്തിന് മേജറായിട്ട് സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ബോഡി ക്വാളിറ്റി വാഹനം തന്നെയാണ്. ഇത് 7 സീറ്റ് തന്നെയാണ്. കണ്ടില്ലേ 2015 വണ്ടിയാണ്. ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ല നല്ലൊരു വൃത്തി തന്നെയാണുള്ളത്. ടയറൊക്കെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ സിൽക്കി ഗോൾഡിലാണ്. നല്ലൊരു കോട്ട് ഉണ്ടോ ബാക്കത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വൃത്തി തന്നെയാണ്. മേജറായിട്ട് ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനുമില്ല. ഇതിനൊക്കെ ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കാണ്. ഈ വാഹനം നിലവിൽ കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് കേട്ടോ. നമുക്ക് എൻജിൻ സൈഡൊക്കെ ഉണ്ടല്ലോ. എൻജിന് ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ മേജറായിട്ട് ആക്സിഡൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല. ഇൻ്റർകൂളർ വാഹനമാണ്. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 9.4 നെഗോഷ്യബിൾ റേറ്റാണ്. നല്ലൊരു ട്രാക്കിൽ ആൾക്കാർക്കാണ് ഒരു 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യൊക്കെ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. കേരളത്തിൽ എവിടെയും ആണെങ്കിലും 4 വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 2014 V ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ്. ഇതിന് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. കമ്പനി സർവീസിലെ വണ്ടിയാണ്. ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ബോഡി ക്വാളിറ്റിയിൽ വാഹനം തന്നെയാണ്. V ഓപ്ഷനിലാണ് വരുന്നത്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. മേജറായിട്ട് സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനത്തിനൊക്കെ നമ്മൾ ലോൺ ചെയ്തെടുക്കും. ഇൻറ്റീരിയർ സൈഡൊക്കെ കണ്ടില്ലേ ഇത്രയും ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ്. സെവൻ സീറ്റാണോ വാഹനം വരുന്നത്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ മേജറായിട്ട് സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു വൃത്തിയിലുള്ള വാഹനം തന്നെയാണ്. ബാക്കോ വ്യൂ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ. ഇത് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ആണ് കേട്ടോ വാഹനം. ഈ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയില്ല അതേമാതിരിക്കും തന്നെ നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണിതും. V ഓപ്ഷനിലാണ്. ടയറ് 4 ടയറും ഒരു 80-85% ഉണ്ട്. ഇന്ത്യൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ തന്നെ സൈഡൊക്കെ നോക്കുമ്പോൾ ഈ ബോഡി ക്വാളിറ്റി നോക്കുമ്പോൾ തന്നെ ഇതിലും മേജറായിട്ട് സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളോ നല്ലൊരു വൃത്തി തന്നെ ഉള്ളൊരു വാഹനം തന്നെയാണ്. ഈ വാഹനം നമുക്ക് 8.5 ലക്ഷം രൂപ ആസ്കിങ് റേറ്റാണ്. 8 ലക്ഷം രൂപ അതിൽ ഒരു പൈസ നമ്മൾ കുറച്ച് കൊടുക്കില്ല. 8.5 ലക്ഷം രൂപ കിട്ടി നമ്മൾ ഈ വാഹനം ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 4 വാഹനവും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മറ്റേ കിട്ടില്ല വാഹനങ്ങളോ. ഓക്കെ. ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമ്മളെ കയ്യിൽ 82,000 കിലോമീറ്റർ ഓടിയ വണ്ടി വരാണ്ട് 1,35,000 കിലോമീറ്റർ 5 സീറ്റ് വണ്ടി ഇനിയും വരാണ്ട് 15-16 പിന്നെ 2009 വാഹനം വരാണ്ട് വാഹനങ്ങൾ ഒരു 10-15 വാഹനങ്ങൾ ഇനി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാണ്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.